കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നു. ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നതിൽ എന്ന് അതിൽ എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ ലക്കി നമ്പർ 3 ആണ്. പറ്റിയ പോലെ ജീവിതം അദ്ദേഹം അവസാനിപ്പിച്ചതും അതേ നമ്പറിൽ. ജനുവരി ദുബായിൽ സ്വപ്നസമാന വസതിയുള്ളവൻ, 12 റോൾസ് റോയ്സ്, ബുഗാട്ടി, ഹമ്മർ, കാഡിലാക്, ലംബോർഗിനി, ഫെറാറി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. സി ജെ റോയിയുടെ ആത്മഹത്യ സത്യം പറഞ്ഞാൽ കേരളക്കരെ ആകെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിന് ഒരുപാട് പല സ്ഥലങ്ങളിൽ പല രീതിയിലും സഹായിച്ചിട്ടുള്ള, അത് പാവപ്പെട്ടവരായിക്കോട്ടെ, ഏതെങ്കിലും വീട് വെച്ചു കൊടുക്കുന്ന എന്തായിക്കോട്ടെ, അത് പ്രോഗ്രാമിന് സ്പോൺസർ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ പല രീതികളിൽ കേരളത്തെയും കേരള ജനതയും ഒക്കെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാനും കൂടിയായ സി ജെ റോയ്. ആ പുള്ളിയുടെ ആത്മഹത്യയിലെ വിയോഗം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ദുഃഖം വന്നിട്ടുണ്ട്. പുള്ളിയുടെ കാർ കളക്ഷനെ കുറിച്ചാവട്ടെ, പുള്ളിയുടെ ലക്ഷറി ജീവിതത്തെ കുറിച്ചാവട്ടെ, എന്തിനെ ഇത്രയും ലക്ഷറി ആയി ജീവിച്ചിരുന്ന, ഇത്രയും സമ്പത്തിന്റെ കൂടാരത്തിനുള്ളിൽ കിടന്നിരുന്ന ഈ സി ജെ റോയി എന്തിനു ആത്മഹത്യ ചെയ്തു? ആത്മഹത്യ അല്ല, ഇതൊരു കൊലപാതകം തന്നെ ആകുമെന്ന് നമുക്ക് പലപ്പോഴും സ്വാഭാവികമായിട്ട് നമുക്ക് സംശയിച്ചു പോകും. കാരണം വെടിവെച്ചിരിക്കുന്ന നെഞ്ചിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോ ഞെട്ടിക്കുന്ന കുറച്ച് സംഭവങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, കുറിപ്പിന് തുല്യമായ ഒരു ഡയറി കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഡയറി കുറിപ്പ്. ആ ഡയറി കുറിപ്പിനകത്ത് എന്തൊക്കെയാണുള്ളത് വളരെ ഞെട്ടിക്കുന്നു. അതുമല്ല, ഈ പുള്ളി എത്രയും മഹാനായിരുന്നു, എത്രയും സത്യസന്ധനായിരുന്നു, എത്രയും സ്നേഹമുള്ളവനായിരുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്ന കുറിപ്പുകളാണ് അതിനകത്തുള്ളത്. അതിനെക്കുറിച്ച് സംസാരിക്കാം. അതുപോലെ ഈ പുള്ളി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 3 മണിക്കാണ് അല്ലെ, 3 മണിക്കും 3:30-നും, അതായത് 30-ാം തീയതി 3 മണിക്കും 3:30-നും ഇടയിൽ ഉള്ള സമയം. എന്തുകൊണ്ട് ഈ 3 മണിക്ക് തന്നെ ഈ പുള്ളി ആത്മഹത്യ ചെയ്തു എന്നുള്ളതിനെ കുറിച്ചും സംസാരിക്കും. അതിനു മുമ്പ് സി ജെ റോയി എന്താണെന്ന് നിങ്ങൾ അറിയണം. യഥാർത്ഥത്തിൽ സി ജെ റോയി ആരായിരുന്നു, ഇനി ഈ പുള്ളി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. കൂടെ നിൽക്കുക. ആദ്യം സി ജെ റോയി എന്താണെന്ന് വളരെ ചെറുതായിട്ടുള്ള ചെറിയൊരു വീഡിയോ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും ആരായിരുന്നു സി ജെ റോയി എന്നുള്ളത്. ഓക്കെ. കേരളത്തിൽ ജനിച്ചവൻ, ബാംഗ്ലൂരിൽ വളർന്നവൻ, ഫ്രാൻസിലും സ്വിറ്റ്സർലൻഡിലും പഠിച്ചവൻ, 10,000 കോടിയുടെ ആസ്തിയുള്ളവൻ, ചിരിയങ്കണ്ടത്ത് ജോസഫ് റോയ്. വൻകിട കമ്പനികളിൽ ജോലിയെടുത്തവൻ, 2006-ൽ കോൺഫിഡന്റ് എന്ന ബിസിനസ് സാമ്രാജ്യം ആരംഭിച്ചവൻ, കടമില്ലാതെ ബിസിനസ് എന്നത് കൈമുതലാക്കിയ കമ്പനിയുടെ തലവൻ. ദുബായിൽ സ്വപ്നസമാന വസതിയുള്ളവൻ, 12 റോൾസ് റോയ്സ്, ബുഗാട്ടി, ഹമ്മർ, കാഡിലാക്, ലംബോർഗിനി, ഫെറാറി, റേഞ്ച് റോവർ തുടങ്ങി ലോകോത്തര ആഡംബര വാഹനങ്ങൾ സ്വന്തം ഗാരേജിൽ എത്തിച്ചവൻ, 36-ാം വയസ്സിൽ കടമില്ലാതെ വിമാനം സ്വന്തമായി വാങ്ങിയവൻ, റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി, വ്യോമയാനം, വിനോദം, വിദ്യാഭ്യാസം, ഗോൾഫ്, റീറ്റെയിൽ തുടങ്ങി നിരവധി മേഖലകളിൽ സാന്നിധ്യമറിയിച്ചവൻ, TV ഷോകളുടെ സ്പോൺസർ, സോഷ്യൽ മീഡിയയിൽ 1 മില്യൺ ഫോളോവേഴ്സ്, സ്ലോവാക്യൻ റിപ്പബ്ലിക്കിന്റെ ഹോണററി കോൺസുൽ എന്ന പദവി, കോടികൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചവൻ, ചിരിച്ചുകൊണ്ട് സംസാരിച്ചവൻ, ഒടുവിൽ ഒറ്റ നിമിഷം കൊണ്ട് എന്തിനായിരുന്നു എല്ലാം എന്ന ചോദ്യം അവശേഷിപ്പിച്ചവൻ. ഇതൊക്കെ മനസ്സിലായില്ലേ? ഇത്രയും സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇതുവരെക്കായിട്ടും ഈ പറയുന്ന ഇതുപോലുള്ള ഏതെങ്കിലും ഒരു സ്ട്രഗിൾ, എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി നേരിട്ടതായിട്ട് ഇതിലൊന്നും കാണുന്നില്ല. അത്രയ്ക്ക് സുപരിചിതനും അത്രയ്ക്ക് പാവങ്ങളെ സഹായിച്ചിട്ടുള്ളവനൊക്കെ ആയിരുന്നു ഈ പറയുന്ന സി ജെ റോയ്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലായി ആരായിരുന്നു. വെറും 36-ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് വിമാനം വാങ്ങിച്ചവനാണ്. മനസ്സിലായി. 5 പൈസ കടമില്ലാതെ എന്ത് ചെയ്യണം, ഈ തന്റെ ബിസിനസ് കൊണ്ടുപോകുന്ന ഒരാളാണ് ഒക്കെയാണ്. എന്നിട്ടും എന്തിനു മരിച്ചു എന്നുള്ളതിൻ്റെയൊക്കെ ആൻസർ നമുക്ക് പറയാം. ഇനിയും ഈ പറയുന്ന ഡയറി കുറിപ്പിൽ, ഈ പറയുന്ന ആത്മഹത്യാ കുറിപ്പ് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഡയറി കുറിപ്പ് പുള്ളി എഴുതിയിരുന്നു. അതിനകത്ത് പുള്ളി നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഒരു ഡയറി പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഈ ഡയറിയിലാണ് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ളത്. ആത്മഹത്യാക്കുറിപ്പിന് സമാനമായിട്ടുള്ള വിവരങ്ങൾ ആണ് ഉള്ളത്. പ്രധാനമായിട്ടും കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നു. ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നതിൽ എന്ന് അതിൽ എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില സംരംഭങ്ങളിൽ, ചില നിർമ്മാണ പ്രൊജക്റ്റുകളിൽ തിരിച്ചടി നേരിട്ട് സാമ്പത്തിക ബാധ്യതകളിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ള സൂചനകൾ ഈ കുറിപ്പിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ പണം നൽകാനുള്ള ആളുകളുടെ വിവരങ്ങളെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ഏറ്റവും കമ്പനിയുടെ
കാലങ്ങളായിട്ടുള്ള നിക്ഷേപകരെ സംരക്ഷിക്കണം, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നും അവർ തുടക്കം മുതലുള്ള ആളുകളാണ്, അവരെ വഞ്ചിക്കരുത് എന്ന് ഈ കുറിപ്പിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ആത്മഹത്യാക്കുറിപ്പിന് സമാനമായിട്ടുള്ള വിവരങ്ങളാൽ നേരത്തെ തന്നെ മരിക്കാൻ അദ്ദേഹം ആലോചിച്ചുറപ്പിച്ചിരുന്നു എന്ന് സംശയിക്കുന്ന വിവരങ്ങളാണ് ഈ ഡയറി കുറിപ്പിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ CJ റോയി തന്റെ സഹോദരനായിട്ടുള്ള CJ ബാബുവിനെ രാവിലെ 3 തവണ തുടർച്ചയായി വിളിച്ചിരുന്നു. ആ സമയത്ത് ബാബു ഉണ്ടായിരുന്നത് തായ്ലാന്റിലാണ് ഉണ്ടായിരുന്നത്. ഇത് മരിക്കാൻ ഉറപ്പിച്ചതിന് ശേഷമുള്ള വിളിയായിരുന്നു എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ പോലീസിനുള്ളത്. തുടർച്ചയായി കേട്ടല്ലോ, അതായത് 3 തവണ സ്വന്തം സഹോദരനെ വിളിച്ചിരുന്നു. അതായത് മരിക്കാൻ വേണ്ടി ഉറപ്പിച്ച് ഞാൻ എന്തായാലും ഈ പറയുന്ന ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോവുകയാണ് എന്ന് പുള്ളി മുമ്പേ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഈ ഡയറി കുറിപ്പിനകത്ത് പുള്ളി വളരെ വ്യക്തമായിട്ട് തന്റെ ഇൻവെസ്റ്റേഴ്സിന്, തന്റെ കൂടെ നിന്ന, തന്റെ എല്ലാ കാലത്തും കൂടെ നിന്ന കുറെ ഇൻവെസ്റ്റേഴ്സ്, പണം മുടക്കിയവരുണ്ട്, അവരെ എന്നും കൈവിടരുത്, അവരെ ആരും നിങ്ങൾ ചതിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് മാപ്പ് തരണം, നിങ്ങൾ എന്നെ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഈ പറയുന്ന സൂയിസൈഡ് നോട്ട് തുടങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ മനുഷ്യൻ എത്രത്തോളം ഒരു നല്ല മനസ്സിന് ഉടമയായിരുന്നു എന്നുള്ളത് അതിൽ വ്യക്തമാണ്. കാരണം തന്റെ കൂടെ നിന്നവരെ ആരും ചതിക്കരുത്. എനിക്ക് ഈ പറയുന്ന വിദേശ നിക്ഷേപത്തിൽ എന്തോ ഒരു തിരിച്ചടി പുള്ളിക്കുണ്ടായി, വിദേശ നിക്ഷേപത്തിൽ തിരിച്ചടി ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരുപാട് പേര് നിക്ഷേപിച്ചിട്ടുണ്ടാവും, വർഷങ്ങളായിട്ട് പുള്ളിയെ വിശ്വസിച്ച് നിൽക്കുന്നവരുണ്ടാവും. ഒരു അഭിമാനം, സത്യം പറഞ്ഞാൽ ഒരു തോൽവി അല്ലെങ്കിൽ ഒരു തിരിച്ചടി താങ്ങാനുള്ള കെൽപ്പ് പുള്ളിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ പുള്ളി സത്യം പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞ ഒരു സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ച് അങ്ങനെ ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവത്തില്ല. അതുപോലെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പുള്ളി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അല്ലെ. എവിടെയും രാജാവിനെ പോലെ എവിടെയും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു CJ റോയ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു തിരിച്ചടി പുള്ളി ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. ഏതോ ഒരു ഈ പറയുന്ന കെട്ടിട സമുച്ചയം ആദ്യമൊക്കെ ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ട് അവസാനം ഈ പുള്ളി എന്ത് ചെയ്തു, അത് വേണ്ട, ഞാൻ ഉപേക്ഷിച്ചു. അതിനുശേഷം കുറെ കാലങ്ങൾ കഴിഞ്ഞ് അവിടെയൊക്കെ അതൊക്കെ ഇടിച്ചു താർക്കുന്നുണ്ട്. അപ്പം പുള്ളി എന്തൊക്കെ എൻ്റെ ഒരു 6th സെൻസ് ആണ്, എനിക്ക് അപ്പോഴേ തോന്നിയത് ഞാനത് പടർത്തിയിരുന്നെങ്കിൽ അവസാനം അതെല്ലാം ഇടിഞ്ഞു തകരുമായിരുന്നു, അതിന്റെ ഇൻവെസ്റ്റേഴ്സിനെല്ലാം എന്ത് ചെയ്യും, അത് ഞാനൊരു പറ്റിച്ചു എന്നുള്ള രീതിയിലായി. അപ്പം അത്രയ്ക്ക് അഭിമാനം ഉള്ള അല്ലെ, അതിന്റെ അഭിമാനത്തെ അത്രയ്ക്ക് കൂടെ ഇഷ്ടപ്പെടുന്നു. അതായത് ഒരു തിരിച്ചടി നേരിട്ട് ജനങ്ങളുടെ മുമ്പിൽ തല കുനിച്ച് ഞാൻ തോറ്റുപോയി, എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാനുള്ള ഒരു കെൽപ്പ് പുള്ളിക്ക്, ആ ഒരു ധൈര്യം, ആ ഒരു മനക്കെട്ടി പുള്ളിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. ഒരു തോൽവി പോലും അത് ഉൾക്കൊള്ളാനുള്ള മനക്കെട്ടി പുള്ളിക്കില്ല. അതായത് നമ്മുടെ ഫ്രണ്ടിലൊക്കെ ചിരിച്ചുകൊണ്ട് എപ്പോഴും കോൺഫിഡൻസോട് കൂടി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എനിക്കിനി ഒന്നും നേടാനില്ല, എല്ലാം ഞാൻ നേടിക്കഴിഞ്ഞു എന്നൊക്കെ വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു വ്യക്തി തനിക്ക് ഒരു തിരിച്ചടി ഉണ്ടായപ്പോൾ അത് എന്ത് ചെയ്യണം, അത് ജനങ്ങളുടെ മുന്നിലേക്ക് അഭിസംബോധന ചെയ്യാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് പറയാനോ സമ്മതിക്കാനോ പുള്ളിയുടെ അഭിമാനം പിന്നീട് സമ്മതിച്ചില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു അഭിമാന ക്ഷതം ഉണ്ടാവും, അതെനിക്ക് ഫേസ് ചെയ്യാം, അതിന് മുമ്പ് എനിക്ക് പോകണം എന്നുള്ളത്. അതിൻ്റെ കൂടെ ഒപ്പം ഈ പറയുന്ന IT റെയ്ഡ് ഒക്കെ ആയപ്പോൾ സമ്മർദ്ദം കൂടി പുള്ളി ആഴ്ചകൾക്ക് മുമ്പേ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോവുകയാണ്, എല്ലാം കുടുംബത്തോടൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് പുള്ളി ആ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും ഒരു ഭീരുവാണെന്ന് പറയാം. കാരണം ഈ ഒരു തരത്തിലൊരു ഭീരുവല്ലേ, കാരണം ഇതൊക്കെ അങ്ങേർക്ക് ഓവർകം ചെയ്യാൻ പറ്റുമായിരുന്നല്ലേ അല്ലേ. അതായത് മുമ്പ് ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ രീതിയിലൊരു സിറ്റുവേഷനിലേക്ക് പുള്ളി കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. പല ബിസിനസ്സുകാരും നമുക്ക് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാം അവരൊക്കെ പല തകർച്ചയിൽ നിന്ന് അല്ലെങ്കിൽ ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്നു, അല്ലെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദുരിതങ്ങൾ പണ്ടൊക്കെ വർക്ക്ഷോപ്പിൽ നിന്നോ അവിടെ നിന്നോ അംബാനിയെ കുറിച്ചൊക്കെ പറയില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ നിന്ന് ആ ദുരിതങ്ങളിൽ നിന്നൊക്കെ എണീറ്റ് വന്നവർക്ക് ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അത് പിടിച്ച് നിൽക്കാനുള്ള ഒരു കെൽപ്പ് അവർക്ക് ഉണ്ടാവും. ഈ പുള്ളിയെ അപേക്ഷിച്ച് പുള്ളിക്ക് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. തുടക്കം മുതൽ തന്നെ അമ്മയുടെ അക്കൗണ്ടന്റായിട്ട്, അതായത് ഈ പറയുന്ന കുടുംബപരമായിട്ട് സാമ്പത്തികമുള്ള ഒരു സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ച ഒരാളെന്ന നിലയിൽ ഇതുവരെക്കായിട്ടും ഒരിടത്തുനിന്നും ഈ ലോൺ എടുക്കുന്ന നമ്മളൊരു ബിസിനസ് സംരംഭം തുടങ്ങുമ്പോൾ എന്തായാലും നമുക്ക് ലോൺ എടുക്കണം. നമ്മുടെ കുടുംബത്തിന് ആസ്തി ഉണ്ടെങ്കിൽ ലോണിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് പുള്ളി ഇപ്പോഴും കോൺഫിഡൻസോട് പറയുന്നത്, ഞാൻ 5 പൈസയുടെ ലോൺ ഇല്ലാതെ ഇതുവരെ ഞാൻ ഇത് കെട്ടിപ്പടുത്തത് എന്ന് പറയുമ്പോൾ അതിൽ മറുവശമുണ്ട്. അതായത് ആ പുള്ളിയുടെ കുടുംബത്തിന് ആസ്തി ഉണ്ടായിരുന്നു. ആരുടെ പോയി ഒരു ബാങ്ക് പോലെ തന്നെയായിരുന്നു പുള്ളി. ഇപ്പൊ ഈ പറയുന്ന ബാങ്കിൽ ചെന്ന് കടം വാങ്ങുന്നതിനെക്കാട്ടി കുടുംബത്തിൽ നിന്ന് എടുത്താൽ മതി എന്നുള്ള രീതി. അപ്പൊ അങ്ങനെ എടുത്ത് ബിസിനസ് ചെയ്ത് 5 പൈസ ബാങ്കിൽ കടമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇതുവരെ സക്സസ് മാത്രം ഉണ്ടായിരുന്ന ഒരു പുള്ളിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഴ്ച, ഇങ്ങനെ ഒരു തകർച്ച ഉണ്ടായപ്പോൾ അത് പുള്ളിക്ക് താങ്ങാനുള്ള കെൽപ്പില്ലായിരുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരൊന്നും പുള്ളി തല കുനിക്കാൻ പുള്ളിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി ഈ ഒരു
എന്താണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഈ പുള്ളി എന്തുകൊണ്ട് ഈ പുള്ളി മരിച്ചതിനും ഒരു പ്രത്യേക ഒരു ഒരു കാരണമുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ പുള്ളി എന്തുകൊണ്ട് മരിച്ചു, അതായത് ഈ പുള്ളിയുടെ ലക്കി നമ്പർ എന്ന് പറഞ്ഞാൽ 3 പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുള്ളി കൃത്യമായിട്ട് 30-ാം തീയതി 3-നും 3:30-നും ഇടയ്ക്കാണ് ഈ പുള്ളി ആത്മഹത്യ ചെയ്തത് എന്നുള്ളത്. അതിനെക്കുറിച്ചും ഒരു ചെറിയ വാർത്തയുണ്ട്, അതും കൂടി നമുക്ക് കേൾക്കാം. എൻ്റെ ലക്കി നമ്പർ 3 ആണ്. 3 എൻ്റെ ലക്കി നമ്പറാണ്. അതെൻ്റെ ജീവിതത്തിൽ കുറേ കളിച്ചിട്ടുണ്ട്. അറം പറ്റിയ പോലെ ജീവിതം അദ്ദേഹം അവസാനിപ്പിച്ചതും അതേ നമ്പറിൽ, ജനുവരി 30-ന് ഏകദേശം 3 മണിയോടെ. എഡിറ്റോറിയലിന് അവസാനമായി CJ റോയ് നൽകിയ അഭിമുഖത്തിലാണ് 3 എന്ന അക്കത്തിന് തൻ്റെ ലൈഫിലുള്ള പ്രാധാന്യത്തെപ്പറ്റി CJ റോയ് പറഞ്ഞത്. എൻ്റെ ഇന്ത്യയിലത്തെ എല്ലാ കാർ നമ്പറും 3 ആണ്. നമ്പർ 3. ഓക്കെ, ദുബായിൽ 3 കിട്ടില്ലല്ലോ. കിട്ടില്ല, അത് റോയൽ ഫാമിലിയുടെ നമ്പറാണ്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 12th ഫെബ്രുവരി. എൻ്റെ ഭാര്യ 21st ഫെബ്രുവരി. എൻ്റെ മോള് 3rd മെയ്. ഫാദർ തൃക്കേട്ടയാണ്, ഞാൻ തൃക്കേട്ടയാണ്, എൻ്റെ ബ്രദർ തൃക്കേട്ടയാണ്. എല്ലാം 3-3-3 കിടന്ന് കളിക്കുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ന്യൂമറോളജിയാണ് ഇത് 3. വെരി സക്സസ്. ജീവിതത്തിലെ യാദൃച്ഛികതകളെ നിസാരമായി കാണാത്ത CJ റോയ് അതിനൊക്കെ തൻ്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ടെന്നും ഉറച്ചു വിശ്വസിച്ചു. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന ബ്രാൻഡിന് കളങ്കമേൽക്കുന്ന ഒന്നും തന്നെ ചെയ്യാനും അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. ഈ ജീവിതത്തിൽ ഇനി ആഗ്രഹങ്ങളൊന്നുമില്ലെന്നും ഈ നിമിഷം മരിച്ചാലും സന്തോഷവാനാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം എഡിറ്റോറിയലിന് നൽകിയ അഭിമുഖം അവസാനിപ്പിച്ചത്. 1 മാസത്തിനിപ്പുറം അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത കേൾക്കുമ്പോൾ അത് നൽകുന്ന വേദന ചെറുതല്ല. മനസ്സിലായോ? അവസാനം കൊടുത്ത ഇന്റർവ്യൂവിൽ പുള്ളിക്ക് എന്തുകൊണ്ടാണ് 3 എന്ന് പറയുന്ന നമ്പർ എത്രത്തോളം പ്രാധാന്യമാണ്, എത്രത്തോളം പുള്ളിയുടെ ലക്കി നമ്പർ എന്നുള്ളത് പുള്ളി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ 30-ാം തീയതി എന്ന് പറയുന്ന ദിവസം 3:30 3 മണിക്ക് 3 കൃത്യമായിട്ട് എനിക്ക് തോന്നി ചിലപ്പോൾ 3 മണിക്ക് തന്നെയാണ് ഈ പുള്ളി കൃത്യമായിട്ട് ആ സമയം നോക്കി ആ ഒരു സമയത്ത് തന്നെയായിരിക്കാം ആത്മഹത്യ ചെയ്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ഇത്രയൊക്കെ ഉള്ള മനുഷ്യർ നമ്മൾ ഈ കാണും പോലെയൊന്നും അല്ല, നമ്മൾ ഈ ചിരിക്കുന്നതോ അല്ലെങ്കിൽ അതൊന്നും അല്ല മനുഷ്യൻ. അവൻ്റെ ഒക്കെ ഉള്ളിനകത്ത് എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് നമ്മൾ വിചാരിക്കുമ്പോൾ പണക്കാരൻ എന്ത് കുറവൊന്നുമില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അവൻ്റെ വിഷയം അവനെ അറിയില്ല, ആരൊക്കെ കട കൊടുക്കാണ്ട് ആർക്കൊക്കെ കൊടുക്കാനുണ്ട്. പക്ഷേ ഇവിടെ റോയിയുടെ വിഷയം എന്തെങ്കിലും കടമെന്ന് പറയുന്ന ഒരു സംഭവമല്ല, തോൽവി അംഗീകരിക്കുക, തോൽവി സഹിക്കാനുള്ള ഒരു കെൽപ്പ്, ഒരു മനക്കട്ടി, ഒരു ധൈര്യം അത് പുള്ളിക്കില്ലാതെ പോയി. ബാക്കി എല്ലായിടത്തും ജീവിതകാലം മുതൽ അറിഞ്ഞത് അല്ലെങ്കിൽ തുടക്കം മുതൽ കൊച്ചുനാൾ മുതലേ ജയം മാത്രം കണ്ട് ജയിച്ചു മാത്രം കയറിയ ഒരു ശീലം മാത്രമാണ് റോയിക്ക് ഉണ്ടായിരുന്നത്. പെട്ടെന്നുള്ള തകർച്ച, പെട്ടെന്നുള്ള തിരിച്ചടി, അത് താങ്ങാനുള്ള കെൽപ്പില്ലാത്തതാണ് ഇതുപോലുള്ള ഒരു ദുഃഖകരമായ സ്റ്റെപ്പ് എടുക്കാൻ പുള്ളിക്ക് നിർബന്ധിതനായത് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ മസ്റ്റർ കമന്റ് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.